ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 26 ബുധനാഴ്ച ശിവരാത്രി വരികയാണ്. ശിവരാത്രി വ്രതത്തിനെക്കുറിച്ചും ശിവരാത്രിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒന്ന് കേൾക്കാം. അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. എനിക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കേൾക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും ഉണ്ടാകണം. അപ്പം നമുക്ക് ശിവരാത്രി മാഹാത്മ്യം കേട്ട് നോക്കാം. ഹൈന്ദവരുടെ, പ്രത്യേകിച്ച് ശൈവരുടെ ഒരു ആഘോഷമാണ് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുക. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവൻ്റെ രാത്രിയാണ് ശിവരാത്രി, അഥവാ ശിവമായ രാത്രി. ശിവരാത്രി മംഗളകരമായ രാത്രി എന്നും പറയാം. ശിവരാത്രി വ്രതം വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ആഘോഷിച്ചാൽ വളരെ പുണ്യമാണ് എന്ന് പറയും. പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു. ശിവാലയ ഓട്ടം നടത്തുന്നവരുണ്ട്. 101 ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ കൂവളത്തിൻ്റെ ഇലകൾ ഭഗവാന് ശിവലിംഗത്തിൽ അർപ്പിക്കുന്നു. അല്ലെ ശിവൻ്റെ ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് ഈ കൂവളത്തിൻ്റെ ഇല അർപ്പിക്കുന്നവരും ഉണ്ട്. കൂവളത്തിൻ്റെ മാല കെട്ടിക്കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ പലതും നമുക്ക് ഈ ശിവരാത്രി വ്രതത്തിൽ ചെയ്യാം. അതിൻ്റെ പുണ്യം നേടാം. പല ആൾക്കാരും അന്ന് ഉപവാസം അനുഷ്ഠിക്കുന്നു. പക്ഷേ ഉപവാസം അനുഷ്ഠിക്കുന്നതിലും പറ്റിയത് ആരോഗ്യത്തിന് ഹാനികരമാകാത്ത രീതിയിൽ ഉള്ള വ്രതങ്ങളാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ശരീരത്തിന് ക്ഷതമേക്കുന്ന രീതിയിൽ, അല്ലെ നമ്മുടെ ശരീരത്തെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വ്രതങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വ്രതമാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് താങ്ങുന്നതായിരിക്കും. അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് മറ്റു നേരങ്ങളിൽ പഴവർഗ്ഗങ്ങളോ ഗോതമ്പോ ഒക്കെ കഴിച്ച് നമഃശിവായ ജപിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടുകയോ വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യാതിരുന്ന് ഓം നമഃ ശിവായ ജപിച്ചാൽ അതാണ് ഏറ്റവും പുണ്യമായി പറയുന്നത്. ശിവരാത്രി ദിവസം നമ്മൾ ആലുവ ശിവരാത്രിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആലുവ ശിവരാത്രിയിൽ അവിടെ ആലുവ മണപ്പുറത്ത് പലരും വന്ന് പിതൃതർപ്പണം നടത്തുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ട്. അത് വളരെ പുണ്യകരമാണ്. അങ്ങനെ ഒരു ചടങ്ങ് ആലുവ തീരത്ത് നടത്താറുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അവിടെ ഒരുപാട് സജ്ജീകരണങ്ങൾ ഇവർ അവിടെ ചെയ്യാറുണ്ട്. ഈ ശിവരാത്രി ദിനത്തിൽ ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് വ്രതം എടുത്ത് ഈ മരിച്ചവർക്ക് വേണ്ടി പിതൃതർപ്പണം നടത്താൻ ധാരാളം പേരെത്തുന്നതുകൊണ്ട് അവിടെ അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ പാലാഴിമഥനം നടത്തിയ കഥ. ആ പാലാഴിമഥനം നടത്തിയപ്പോൾ ഒരു കാളകൂട വിഷം അതിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് പറയുന്നു. അത് ഭൂമിയിൽ പതിച്ചാൽ ഭൂമി മുഴുവൻ നശിച്ചു പോകും. ജനങ്ങൾക്കെല്ലാം അത് ദോഷകരമായിട്ടല്ലേ ഭവിക്കുന്നത്. അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മഹാദേവൻ വന്ന് വിഷം പാനം ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഈ വിഷം ഉള്ളിൽ ചെന്നാൽ ശിവന് ഹാനി സംഭവിക്കുമെന്ന് ഭയന്നു. കാരണം ഭൂമിയിൽ പതിച്ചാൽ സർവ്വനാശവും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് പാനം ചെയ്ത ശിവന് നാശം സംഭവിക്കും എന്ന് ഭയന്ന് ദേവി അദ്ദേഹത്തിൻ്റെ ഖണ്ഡത്തിൽ മുറുക്കി പിടിക്കുകയും മുറുക്കി പിടിച്ചു. അതപ്പം താഴോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അത് വായിലൂടെ ചെന്ന് വയറിലെത്തിച്ചേർന്ന് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദേവി അത് ഖണ്ഡത്തിൽ മുറുക്ക പിടിച്ചു എന്ന് പറയുന്നു. പക്ഷേ അത് തിരിച്ച് താഴോട്ട് അത് ഛർദ്ദിക്കുകയോ തുപ്പുകയൊക്കെ ചെയ്താണ് അത് ലോകം നശിക്കും എന്ന് കരുതി മനസ്സിലാക്കി പുറത്തു പോയാൽ ലോകം നശിക്കുമെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു എന്ത് കൊടുത്തു? മഹാദേവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അപ്പോൾ ഭഗവാന് ഇത് കണ്ട് ദേവിക്ക് ഭയമായി. ദേവി കണ്ടു കൊടുത്തു. ഭഗവാൻ ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി പാർവതീദേവിയും മറ്റു ദേവിമാരും കൂടെ ഉറക്കെ നമഃശിവായ ജപിച്ചുകൊണ്ട് നമഃശിവായ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ ആ നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഉള്ള ഒരു രാത്രിയാണ് ശിവരാത്രി. നേരം വെളുത്തപ്പോഴത്തേക്കും ഭഗവാന് ഒന്നും സംഭവിച്ചിട്ടില്ല. ശിവൻ്റെ ഖണ്ഡത്തിൽ അതങ്ങ് ഉറച്ചുപോയി. ആ വിഷം ഖണ്ഡത്തിൽ ഉറച്ചുപോയി. പുറത്തോട്ടും വന്നില്ല, അകത്തോട്ടും ഇറങ്ങിയില്ല, ഖണ്ഡത്തിൽ ഉറച്ചുപോയി. അങ്ങനെയാണ് പരമശിവന് നീലകണ്ഠൻ എന്നുള്ള പേരും ലഭിച്ചത്. അങ്ങനെ ലോക നന്മയ്ക്കായി ഭഗവാൻ ശിവരാത്രി ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ഭഗവാൻ നമ്മളെ രക്ഷിച്ച ആ ദിവസം
നാശങ്ങളൊന്നും സംഭവിക്കാതെ ലോകത്തിനെ രക്ഷിച്ച ആ ദിവസം നമ്മൾ ശിവരാത്രി വ്രതമായി ആഘോഷിക്കുന്നു. ശിവനൊന്നും സംഭവിക്കാതിരിക്കാൻ ആ ശിവ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് സാധിച്ചു എന്നുള്ളത് കൊണ്ട് ആ ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് നമ്മൾ ശിവരാത്രി വ്രതം നോക്കുകയാണെങ്കിൽ നമുക്കും നല്ലത് വരും. നമ്മുടെ ആഗ്രഹങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഭഗവാൻ കേൾക്കും, നല്ലത് വരുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ആ ശിവരാത്രി വ്രതം നോക്കുന്നത്. പാർവതീദേവി നോക്കിയതുപോലെ ആ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് എന്ന് പറയുന്നു. ഈ ശിവരാത്രി വ്രതത്തിൽ നിങ്ങളൊക്കെ ഇതുപോലെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുണ്യം കിട്ടും. രാത്രി ഉറക്കമളയ്ക്കണമെന്നൊന്നുമില്ല. നമ്മൾ 12 മണി വരെ 1 മണി വരെയൊക്കെ എന്തെല്ലാം സിനിമയും അതുമൊക്കെ കണ്ടിരിക്കുന്നില്ലേ, അതുപോലെ കുറച്ച് സമയമെങ്കിലും നമ്മൾ ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് പുണ്യം നേടാം. പിന്നീടുള്ള രണ്ടാമത്തെ ഐതിഹ്യം പറയുന്നത്, മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ബ്രഹ്മാവിനെ മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അവിടെ ഇരുന്ന് ബ്രഹ്മാവ് ചോദിച്ചു, നീ ആരാന്ന്? അത് കേട്ട് ഭഗവാൻ നാരായണൻ പറഞ്ഞു, നിൻ്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാനെന്ന്. ആ ഉത്തരം ബ്രഹ്മാവിന് തൃപ്തികരമായില്ല. അവർ തമ്മിൽ യുദ്ധവും തുടങ്ങി. അപ്പോൾ അവരുടെ മധ്യത്തിലായി ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യവുമായിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കാനും ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രം കണ്ടുപിടിക്കുന്നവനാണ് ശ്രേഷ്ഠനെന്ന ഒരു അശരീരി മുഴങ്ങി. അപ്പോൾ അത് കേട്ട് അഗ്രം കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു. ആ അശരീരി കേട്ടപ്പോൾ വളരെ പരിശ്രമിച്ചു. രണ്ടുപേരും പരാജയപ്പെട്ടു. രണ്ടുപേരും ആ സ്ഥാനം കണ്ടുപിടിക്കാതെ പൂർവ്വസ്ഥാനത്ത് വന്നു നിന്നു. അഗ്രഹം കണ്ടുപിടിക്കില്ല, താഴോട്ട് പോയി ബ്രഹ്മാവ് മുകളിലേക്കല്ലേ പോയി, വിഷ്ണു താഴേക്ക്. രണ്ടുപേർക്കും കാണാൻ സാധിച്ചില്ല. അങ്ങനെ രണ്ടുപേരും തിരിച്ച് പഴയ സ്ഥാനത്ത് വന്നു നിന്നു. അപ്പോൾ ആ സമയത്തെന്തോ ശ്രീപരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് തൻ്റെ നിരതിശയമായ പ്രാധാന്യത്തെ അറിയിച്ചു. ശിവൻ തൻ്റെ തേജസ് കാണിച്ചു കൊടുത്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ടത് ഈ മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷമാണെന്ന് അനുഷ്ഠിക്കണം എന്ന് ഭഗവാൻ തന്നെ അരുളി ചെയ്തു എന്നാണ് പറയുന്നത്. എന്നും മംഗളകരമായ ഈ ദിനം ശിവരാത്രി എന്നറിയപ്പെടുമെന്നും മഹാദേവൻ അരുളി ചെയ്തു. ഇതെല്ലാം വരും ഭക്തിയോടെയും ശ്രദ്ധയോടെയും നോക്കിയാൽ അവർക്കെല്ലാം അനുഗ്രഹം ചൊരിയുമെന്നും മഹാദേവൻ നമ്മളോട് പറഞ്ഞതായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ നമുക്കെല്ലാവർക്കും ഈ ശിവരാത്രി ദിനത്തിൽ നമുക്ക് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവഭഗവാനെ ആരാധിക്കാം, ശിവരാത്രി പുണ്യം നേടാം. എല്ലാവർക്കും ശിവരാത്രി പുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും തകഴി ത്രിസർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും അത്ഭുതങ്ങളും പറയാം എന്ന് കരുതുന്നു. അങ്ങനെ ഒരു കഥയുമായി ഉടനെ എത്താം. എല്ലാവർക്കും നമസ്കാരം.